ഇന്ന് രാത്രിയും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞൊരു പകൽ മുഴുവനും ദൈവം നമ്മളെ സൂക്ഷിച്ചു. നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കാവലും പരിപാലനവും അനുഭവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങളാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചത് ഹായ് പട്ടണം അവർ എങ്ങനെ കീഴടക്കി രണ്ടാമതും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. നാം യോശുവയുടെ പുസ്തകം പഠനം ആരംഭിച്ചപ്പോൾ അതെങ്ങനെയാണ് വിഭാഗിച്ചതെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യം അവർ ആ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനമായിരുന്നു ആദ്യത്തെ 5 അധ്യായത്തിൽ നാം കണ്ടത്. രണ്ടാം ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. 6 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ അവർ ആ ദേശം എങ്ങനെയാണ് കീഴടക്കുന്നത് എന്നുള്ള കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രവേശനത്തിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ഒരുക്കം, അത് കഴിഞ്ഞിട്ട് ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവരെങ്ങനെ അനുസരിക്കുന്നുവോ അതനുസരിച്ചായിരുന്നു അവരുടെ വിജയങ്ങളെല്ലാം എന്ന് നാം കാണുകയുണ്ടായി. ഓരോ സ്റ്റെപ്പിലും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ലാതെ ദൈവമക്കൾക്ക് ഈ ലോകത്തിലായാലും ജീവിക്കാനായിട്ട് കഴിയില്ല. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചതും അതായിരുന്നു. അവരോട് കൂടെയുണ്ട്, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ് എന്ന് അവർക്കറിയാം. ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവർ എന്ന് അനുസരിക്കാതിരുന്നോ അവിടെയൊക്കെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഹായ് പട്ടണത്തോടുള്ള ബന്ധത്തിലും നാം അത് കാണുകയുണ്ടായി. യോശുവ യെരിഹോ പട്ടണത്തിൽ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് യോശുവ യഹോവയുടെ മുമ്പ് കാത്തിരുന്നു, അല്ലെങ്കിൽ യഹോവയുമായിട്ട് ശരിക്കൊരു അഭിമുഖമുണ്ടായി. എൻകൗണ്ടർ വിത്ത് ദ റിയൽ ക്യാപ്റ്റൻ ഓഫ് ദ വാർ. ശരിക്കുമുള്ള യുദ്ധ നേതാവ്, അല്ലെങ്കിൽ യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധനായകൻ ആയിട്ട് ശരിയായ ഒരു അഭിമുഖം ഉണ്ടായതിന് ശേഷമാണ് യെരിഹോ പട്ടണം പഠിക്കാൻ പോകുന്നതും അത് എങ്ങനെയൊക്കെ പിടിക്കണമെന്നുള്ളത് വളരെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തു. ആ വലിയ വിജയത്തിൽ സന്തോഷമുണ്ട്. ചിലപ്പോൾ നമുക്കും അത് സംഭവിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പല വിജയങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മളെ തന്നെ മതിമറന്നു പോകും. ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാവും, എന്നാൽ ദൈവത്തിലുള്ള ആശ്രയബോധം ചിലപ്പോൾ നമുക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് വലിയൊരു അപകടമാണ്. ഹായ് പട്ടണത്തോടുള്ള ബന്ധത്തിൽ യോശുവയ്ക്ക് അത് സംഭവിച്ചു. അത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ താൻ തൻ്റെ ഒറ്റുകാരിലും തന്നോട് കൂടെ ഉണ്ടായിരുന്ന വാക്കുകളും കേട്ട് അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അത് വലിയ പരാജയത്തിലേക്ക് നയിച്ചു. യെരിഹോ പട്ടണം പഠിച്ചപ്പോൾ കനാന്യ രാജാക്കന്മാരൊക്കെയും വളരെ ഭയപ്പെട്ടു. കാരണം യെരിഹോ പട്ടണം എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ്. ആ പട്ടണം വളരെ പെട്ടെന്ന് അവർ കീഴടക്കിയെന്ന് കണ്ടപ്പോൾ കനാന്യ രാജാക്കന്മാർക്കൊക്കെ വലിയ ഭയമുണ്ടായി. ഇവരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇവരെ നമ്മളെല്ലാം കീഴ്പ്പെടുത്തി കളയുമല്ലോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടായി. എന്നാൽ ഹായ് പട്ടണം പിടിച്ചപ്പോൾ ആദ്യത്തെ അറ്റാക്കിൽ അവർക്ക് പരാജയം സംഭവിച്ചപ്പോൾ കനാന്യ രാജാക്കന്മാർക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷ കിട്ടി. ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുമല്ലേ എന്ന് ഒരു ചിന്ത വന്നു. കാരണം അതുവരെ അവർക്കറിയാം യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, നമ്മളെത്ര യുദ്ധം ചെയ്താലും അവരെ ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. എന്നാൽ ഹായ് പട്ടണത്തിൻ്റെ ആദ്യത്തെ പരാജയം അവർ, ഞാൻ പറയുകയാണെങ്കിൽ യോശുവ വിശ്വാസത്തേക്കാൾ ഉപരിയായി കാഴ്ചയാലുള്ള നടപ്പ്, ആ കണ്ട കാര്യങ്ങളെ ആശ്രയിച്ച് അവർ യുദ്ധം ചെയ്യാൻ പോയതിൻ്റെ ഫലമായിട്ട് സാത്താൻ അല്ലെങ്കിൽ ശത്രു അതിനെ മുതലെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ വീണ്ടും അതിൻ്റെ പരിണതഫലം പിന്നീട് നമുക്കറിയാം. തുടർന്ന് ദൈവം അവർക്ക് പ്രത്യക്ഷനായി എന്താണ് തെറ്റെന്നുള്ള കാര്യം ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. വീണ്ടും അവരത് തെറ്റുകളൊക്കെ നിരത്തി അതിനെയൊക്കെയും നിരപ്പ് പ്രാപിച്ചതിന് ശേഷം വീണ്ടും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ശരിയായ വിജയം പ്രാപിക്കുകയും ചെയ്തു. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ 2 വലിയ പട്ടണങ്ങൾ നമ്മൾ കനാൻ്റെ രാജ്യം പഠിക്കുകയാണെങ്കിൽ ആദ്യം യെരിഹോ പട്ടണം, രണ്ടാമത് ഹായ് പട്ടണം, ഇനി അടുത്ത് ഗിബെയോനാണ്. ഗിബെയോൻ വലിയൊരു പട്ടണമാണ്. 10ാം അധ്യായത്തിൻ്റെ 2ാം വാക്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട് അവരെ
ഇറ്റ്സ് എ റോയൽ സിറ്റി എന്നാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അല്ലെങ്കിൽ ഗിബിയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവുമാണ്. ഹായിയേക്കാൾ വലിയതായിരുന്നു. അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ഹായിയുടെ പട്ടണം വിജയിച്ചതിന് ശേഷം അവർ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കഴിഞ്ഞ ക്ലാസ് നാം അവസാനിച്ചത് അങ്ങനെയായിരുന്നല്ലോ. 2 മലകളുടെ മുമ്പാകെ വന്ന് അവർ പ്രതീക്ഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം വായിച്ച് അത് അനുസരിക്കാമെന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുത്തു. ആ വലിയ സന്തോഷത്തോടു കൂടെ അല്ലെങ്കിൽ ആ വലിയ ആരാധനാ മനോഭാവത്തോടെയാണ് അവരവരുടെ പാളയത്തിലേക്ക് ഗിൽഗാലിലേക്ക് മടങ്ങി വരുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ശത്രു അവിടെ വേറെ അവൻ്റേതായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു. നാം അതെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ആത്മീയ വിജയം ലഭിക്കുമ്പോൾ ശത്രു അതിനേക്കാൾ ഇരട്ടിയായിട്ട് നമ്മളെ എതിരായിട്ട് വരുവാനായിട്ട് തന്ത്രങ്ങൾ കൂട്ടുകയാണെന്നുള്ള കാര്യം നാം മറക്കരുത്. പലപ്പോഴും നമ്മളുടെ ആത്മീയ വിജയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമായിരുന്നു. എന്നാൽ ഹായ് പഠനം കഴിഞ്ഞ് ഇനി അടുത്തത് ഗിബിയോൻ പിടിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മളവിടെ ഇനി നമുക്ക് 9-ാം അധ്യായത്തിലേക്കാണ് വരേണ്ടത്. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന പാഠം കാഴ്ചയാലല്ല വിശ്വാസത്താൽ ആണ് നടക്കേണ്ടത്. നമ്മുടെ പാഠങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വിശ്വാസത്താലല്ലാതെ കാഴ്ചയാൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ദ ഡേഞ്ചേഴ്സ്, അതെന്തൊക്കെയാണ് എന്ന് ഈ അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോയോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കിട്ടിയതുമായ വീഞ്ഞുതുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടാൻ വെച്ച ചെരുപ്പ് കാലിയും പഴയ വസ്ത്രം ദേഹത്തിന്മേൽ ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവരോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആഫ്രിക്കയിലോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ ദാസന്മാരാകുമെന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങളാ ഇവിടെ നിന്ന് വരുന്നത് ചോദിച്ചു. അവർ അവരോട് പറഞ്ഞത്, അടിയങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ ഇസ്രായേൽ ചെയ്തതൊക്കെയും ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്ത് ഭാഷ രാജാവായ ഓഗ്, യോർദാനക്കരയുള്ള അമോരുടെ രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മുപ്പന്മാരും ദേശനിവാസികളും എല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്ത് അവരെ ചെന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളോട് ദാസന്മാരായിക്കോളാം എന്നവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീട് നിറച്ചുകൊണ്ട് പോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയായ പഴക്കമായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സത്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രമുഖന്മാരും അവരോട് സത്യം ചെയ്തു. താങ്ക് യു. നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ്. നമ്മളിതിനു മുമ്പൊക്കെ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളുമാണ് ഈ ഗിബെയോന്യർ ചെയ്ത കാര്യങ്ങൾ. യോശുവയുടെ തന്ത്രങ്ങൾ, കനാൻ പിടിച്ചെടുക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നാം ആദ്യം ഓർക്കുകയുണ്ടായി. അത് 3ആയി തിരിച്ചിട്ടാണ് താൻ ആ ആക്രമണ തന്ത്രം ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ഭാഗം അവർ മധ്യഭാഗത്തോടു കൂടെ കനാൻ്റെ മധ്യഭാഗത്തിൽ കൂടെ മുന്നേറിയിട്ട് അതിനെ കീഴടക്കിയിട്ടാണ് എരിഹോ, പിന്നെ ഹായ്, ഗിബെയോൻ, ബഥേൽ എന്നുള്ള ആ സ്ഥലങ്ങളിലേക്ക് കീഴടക്കാനായിട്ട് നോക്കുന്നത്. പിന്നെ
തെക്കൻ പകുതിയും വടക്കൻ പകുതിയും പിടിച്ചെടുക്കാം. അങ്ങനെ 3 റീജിയനായിട്ട് തിരിച്ചിട്ടാണ് ശരിക്കും ആ ഭാഗങ്ങൾ താൻ കീഴടക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ ഈ പട്ടണങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യം എരിഹോ പട്ടണം പഠിച്ചു, രണ്ടാമത് ഹായ് പട്ടണം പഠിച്ചു, ഇനി ഈ ഗിബിയോൻ പട്ടണമാണ് പിടിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ആത്മീയമായി പഠിക്കുമ്പോൾ ആത്മീയ പാഠങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, എരിഹോ ലോകത്തെ പ്രതികരിക്കുന്നതാണ്. നമുക്ക് 3 ശത്രുക്കളുണ്ടെന്ന് നമുക്കറിയാമല്ലോ: ലോകം, ജഡം, പിശാച്. ഞാൻ ഈ ഭാഗത്തിൽ കൂടെ നമ്മുടെ ആത്മീയ പോരാട്ടത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ ഈ 3 ശത്രുക്കളെയും ഈ രാജ്യങ്ങളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, എരിഹോ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത് ഹായ്, അത് നമ്മുടെ ജഡത്തെ പ്രതിനിധീകരിക്കുന്നു. ഇനി ഗിബയോൻ, അത് സാക്ഷാൽ പിശാചിനെ പ്രതിനിധീകരിക്കുന്നതാണ്. നമുക്കറിയാം, സാത്താൻ ബോഷ്കിൻ്റെ പിതാവാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നത് മുഴുവനും ബോഷ്കായിരിക്കും, അവൻ ബോഷ്കിൻ്റെ അപ്പനാണെന്ന് നാം വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവൻ്റെ വേറൊരു തന്ത്രം, അവന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നമ്മോട് ചേർന്ന് നിൽക്കും. അത് അവൻ്റെ വേറൊരു തന്ത്രമാണ്. നമുക്ക് പല കാര്യങ്ങളോടുള്ള ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കാണാം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിലായിരിക്കും അവൻ വരിക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സാത്താൻ്റെ ആക്രമണം നമ്മളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും സാത്താൻ്റെ ഈ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവനോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. അവൻ ചെമ്മരിയാടിൻ്റെ വേഷം ധരിച്ചിട്ടായിരിക്കും കൂട്ടത്തിൽ കയറുക. അവൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൻ വരിക, പക്ഷേ പിന്നീടായിരിക്കും അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക. ഈ നമ്മൾ ആദ്യ ഭാഗം വായിച്ചപ്പോൾ നാം കാണുകയുണ്ടായി, എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിൻ്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാർ, ആ ഒരു ഭാഗം മുഴുവനാണ് അടുത്ത ആക്രമണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ആ രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ അവർ ഏക മനസ്സോടെ യോജിച്ചു. ഈ രാജ്യങ്ങളൊക്കെ, ഈ നാട്ടുരാജ്യങ്ങളൊക്കെയും അവർ എപ്പോഴും അന്യോന്യം ശത്രുക്കളായിരുന്നു, അന്യോന്യം യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പൊതുവായിട്ടൊരു ശത്രു വന്നപ്പോൾ ഇവരെല്ലാവരും യോജിച്ചു. ഇനി ഇവരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. എന്നാൽ ചില രാജ്യങ്ങൾ അവർക്ക് മനസ്സിലായി, നമ്മളെ എത്ര ഒരുമിച്ച് നിന്നാലും ഇവരോട് എതിർത്ത് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിലൊന്നായിരുന്നു ഗിബിയോന്യർ. അവരൊരു ഉപായം പ്രയോഗിക്കാനാണ് ഗിബിയോന്യർ തീരുമാനിച്ചത്. നാം അവിടെ വായിക്കുന്നുണ്ട്, യോശുവ എരിഹോവിനോടും ഹായിയോടും ചെയ്ത് ഗിബയോൻ നിവാസികൾ കേട്ടപ്പോൾ അവരൊരു ഉപായം പ്രയോഗിച്ച് അവരെ ദൂരത്തുനിന്ന്, ദൈവം അവർക്ക് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, കനാന്യ നിവാസികളുമായിട്ട് നിങ്ങൾ യാതൊരു ഉടമ്പടിക്കും പോകരുത്, അവരെ നിർമൂലമായി നശിപ്പിച്ച് കളയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തന പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് കാണുകയുണ്ടായി. എന്നാൽ ദൂരവാസികളായിട്ട്, അല്ലെങ്കിൽ കനാന് വിദേശ രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഉടമ്പടിയാവാം, അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ദൈവം. അപ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, സാത്താൻ ഇതെല്ലാം നമ്മളുടെ എല്ലാ അവസ്ഥയും ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മളെക്കാൾ കൂടുതൽ സാത്താന് നന്നായിട്ട് അറിയാം, അല്ലേ? സാത്താൻ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രമാണങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ട് അതേ തന്ത്രങ്ങളായിരിക്കും നമ്മളോട് അവതരിപ്പിക്കുക. കർത്താവിൻ്റെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം തന്നെ ഉപയോഗിച്ചിട്ടാണ് സാത്താൻ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചത്, അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണോ? നമ്മളുടെ മധ്യത്തിലേക്ക് അവൻ വളരെ വിദഗ്ധമായിട്ടാണ് കടന്നു വരിക. ഇവരും അതേ തന്ത്രമാണ് ആവിഷ്കരിച്ചത്. ഗിബിയോന്യർ അവർ ദൂരദേശത്ത് നിന്ന് വരുന്ന പോലെ അവരുടെ സാധനങ്ങളെല്ലാം ഒരുക്കി. അവിടെ നാം വായിക്കുന്നത്, പഴയ ചാക്കുകൾ, പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞുതുരുത്തികൾ കഴുതപ്പുറത്ത് കയറ്റി, പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പും കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. എന്നിട്ടാണ് അവർ ഗിൽഗാലിൽ പാളയത്തിൽ യോശുവയെ കാണാൻ വരുന്നത്.
എന്നിട്ട് ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വരുന്നവരാണ് എന്നാണ് പറയുന്നത്. ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം. സാത്താൻ്റെ തന്ത്രങ്ങൾ ഏതു വിധത്തിലാണെന്ന് ഞാൻ പറയുകയുണ്ടായി. നമ്മളോടുള്ള ബന്ധത്തിലും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ ദൈവം ഓരോ സ്ഥലത്ത് ആക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ടു പോയാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ടു പോയാൽ നമുക്കുണ്ടാവാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ അവർ വളരെ തന്ത്രപരമായിട്ട് അവതരിപ്പിച്ചു അവരെ തന്നെ. അവരുടെ അപ്പിയറൻസിൽ തന്നെ അവർ വളരെ ദൂരദേശത്ത് വരുന്നവരാണ് എന്ന തോന്നൽ അവരുണ്ടാക്കി. എന്നിട്ട് പക്ഷേ ഇവർക്കത് അത്ര പെട്ടെന്ന് വിശ്വാസം വന്നില്ല. അവർ പറയുന്നുണ്ട്, ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിബ്യരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കാം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവർ യോശുവയോട് ഉടനെ പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ ദാസന്മാരാകുന്നു. ഉടനെ കീഴടങ്ങി അവരവരുടെ അവസ്ഥ പറയുകയാണ്. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആര്, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിൻ്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്തു നിന്ന് വന്നിരിക്കുന്നു. അവരാദ്യം ആ വ്യാജങ്ങൾ പറഞ്ഞു മാത്രം പോരല്ല, ദൈവത്തിൻ്റെ നാമവും അവർ എടുത്താണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതൊക്കെയും, ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്തിലെ ബാശാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമോരി രാജാക്കന്മാർ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. പഴയ കാര്യങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ, കാരണം അവർ ദൂരത്തുനിന്ന് വന്നവരാ. എരിഹോവിലിപ്പോൾ ചെയ്ത കാര്യമോ ഹായിലിപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. എന്നാൽ അവരതൊന്നും പറയുന്നില്ല. അത് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന്, കാരണം ഇന്നത്തെ പോലെ അത്ര ന്യൂസ് പെട്ടെന്ന് പടരുന്ന കാലമല്ലായിരുന്നല്ലോ അത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെങ്കടലിന് മുമ്പ്, അല്ലെങ്കിൽ ചെങ്കടൽ കടന്ന കാര്യവും മിസ്രൈമിൽ നിന്ന് അവർ വന്ന കാര്യങ്ങളും മരുഭൂമിയിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. യോർദാൻ കടന്ന് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് അവർ കീഴടക്കിയ രാജ്യങ്ങളെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. അത് ശ്രദ്ധിച്ചോ? അവർ ആ കാര്യമൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ആ രാജാക്കന്മാരുടെ, അമോര്യരുടെ 2 രാജാക്കന്മാരോടും അവർ ചെയ്തതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിലുള്ള കീർത്തി നിമിത്തമാണ് അവർ വന്നിരിക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളെല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവരെ ചെന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാം എന്ന് അവരോട് പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞങ്ങളോട് നിങ്ങൾ ഉടമ്പടി ചെയ്യണം. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അവരെ കാണിച്ചു. ഇപ്പോൾ ഇതാ ഉണങ്ങി പൂത്തിരിക്കുന്നു. എന്ത് എന്നിട്ട് വിദഗ്ധമായിട്ടാണ് അവരുടെ അവതരണം. പെട്ടെന്ന് ആരും വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അവർ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്തു. എന്നാൽ ഈ കപടമായ ഉപായങ്ങളാണ് ഗിബിയർ യോശുവയ്ക്ക് നൽകിയതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗിബിയോനിയ നിവാസികളോട് യോശുവയ്ക്ക് പെട്ടെന്ന് സഹതാപം തോന്നിയൊന്നുമില്ല. അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള വാസ്തവത്തിൽ അവർ പറഞ്ഞത് വെറും നുണയായിരുന്നു നമുക്കറിയാം. ഏകദേശം 40 കിലോമീറ്റർ നമുക്ക് നോക്കുകയാണെങ്കിൽ 40 കിലോമീറ്റർ ദൂരെയായിരുന്നു അവർ പാർത്തിരുന്നത്. അവർ തങ്ങളുടെ വസ്ത്രം, ഭക്ഷണ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കള്ളം പറഞ്ഞു. ഇത് തങ്ങൾക്ക് ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു എന്നുള്ള കാര്യവും അവർ പറഞ്ഞു. എല്ലാം 4 തരത്തിലുള്ള കള്ളങ്ങളാണ് അവർ പറഞ്ഞത്. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഇതാ അത് അവരെടുത്ത അപ്പമൊക്കെ ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞ് നിറച്ചു കൊണ്ടുവന്ന ഈ തുരുത്തികൾ അതെല്ലാം കീറി. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും ഈ ദീർഘമായ യാത്രയിൽ പഴയുമായിരിക്കുന്നു. തിരിച്ച് ഞാൻ ചിന്തിക്കായിരുന്നു, ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്തു, അവർക്ക് വല്ലതും സംഭവിച്ചോ? ദൈവം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രം പഴകിയിട്ടില്ല, നിങ്ങളുടെ കാലിന് ഒന്നിനും കേട് സംഭവിക്കാതെ. എന്നാൽ ഇവിടെ ഇവർ പറഞ്ഞത്, അവർ തങ്ങൾ പറഞ്ഞ വ്യാജം എത്ര ഭംഗിയായിട്ടാണ് അവർ പറഞ്ഞത്. അവർ തങ്ങളെക്കുറിച്ച് തന്നെയുള്ള വ്യാജം പറഞ്ഞു. ദേശത്തിലെ മൂപ്പന്മാരും ദേശനിവാസികളും സമാധാന ദൗത്യത്തിനായി തങ്ങളെ അയച്ചതാണെന്ന് അവർ പറഞ്ഞു. ആസ് അംബാസഡേഴ്സായിട്ടാണ് അവർ വരുന്നത്. ശരിക്കും ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളുമായി ഉടമ്പടി ചെയ്യുന്നതിന് വേണ്ടി വാസ്തവത്തിൽ അയക്കപ്പെടുന്ന അവരുടെ ആ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ ശരിക്കും സംശയം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ
അവർ കൊടുത്ത തിരിച്ചറിയൽ രേഖകളൊക്കെ വളരെ എന്താ പറയുക ലളിതമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കും സംശയം ഉണ്ടാക്കാവുന്നതായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതൊക്കെ അവർ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ ദാസന്മാരാകുന്നു. അത് അവർ ആവർത്തിച്ച് പറയുകയാണ്. വാസ്തവത്തിൽ അവർ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു നമുക്കറിയാം. ഈ വ്യാജങ്ങൾ കൂടാതെ അവർ പറയുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസം അടിയങ്ങൾ നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു ദൈവദൂഷണം കൂടിയാണ് അവർ പറയുന്നത്, അല്ലേ? അതും അവർ പറഞ്ഞു. എരിഹോ നിവാസികളെ പോലെ ഗിബെയോന്യരും ഇസ്രായേലിൻ്റെ വിജയകരമായ ആക്രമണത്തെക്കുറിച്ച് കേട്ടു. എന്നാൽ രാഹാബും കുടുംബവും വിശ്വസിച്ച പോലെയല്ലായിരുന്നു, വിശ്വാസം ഏറ്റുപറഞ്ഞ പോലെയല്ലായിരുന്നു ഈ ഗിബെയോന്യർ ഏറ്റുപറഞ്ഞത്. അത് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്, അല്ലേ? രാഹാബ് എരിഹോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് അവർ ചെന്നപ്പോൾ രാഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലുള്ള വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു. എന്നാൽ അവൾ ഏറ്റുപറഞ്ഞത് അവളുടെ ഓൺ റിസ്കിലായിരുന്നു. കാരണം അവളുടെ ജീവൻ പണയം വെച്ചാണ് ആ ഒറ്റുകാർക്ക് അവിടെ അഭയം കൊടുത്തത്. അതിൻ്റെ വരുംവരായികൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്ര വലുതാണ്. അവൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ജീവൻ തന്നെ പോകുന്ന കാര്യമാണ്. എന്നാൽ ഗിബെയോനർ ചെയ്തത് അതല്ലായിരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കീർത്തി കേട്ട് വന്നു എന്ന് പറയുന്നതും ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്, അന്തരങ്ങളുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ശത്രുവുമായി ഉടമ്പടി ചെയ്യുന്നതിന് ദൈവവചനം ഉപായത്താൽ വശീകരിക്കപ്പെടുകയായിരുന്നു അവിടെ. അവർ യഹോവയോട് 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യവും അവരെ ജീവനോടെ രക്ഷിക്കാവുന്ന ഉടമ്പടിയും ചെയ്തു. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവർ യഹോവയോട് ചോദിക്കാതെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന തിങ്സ് ആർ ടേക്കിംഗ് ആസ് ഗ്രാൻഡഡ്. നമ്മൾ പലപ്പോഴും അത് നമുക്കുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള നിലയിലാണ് നമ്മൾ പല കാര്യങ്ങളും ആത്മീയ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് യോശുവയ്ക്ക് വളരെ അനുഭവം ഉണ്ടായതാണ് ഇതിനു മുമ്പ് ഹായ് പട്ടണത്തോടുള്ള ബന്ധത്തിൽ തന്നെ. ആ പാഠം അന്ന് തന്നെ താൻ പഠിച്ചതായിരുന്നു, ദൈവത്തോട് ഇനി ചോദിക്കില്ല. എന്നാൽ ഇവിടെ എത്ര ഉപായത്താലാണ് സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. ഇവിടെ യോശുവയുള്ള ബന്ധത്തിലും അവരവരുടെ യുക്തി ഉപയോഗിച്ചു, കാര്യങ്ങളൊക്കെ കണ്ടു. കാണുന്ന കാഴ്ചയാലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് അത് ശരിയാണെന്ന് തോന്നി. ആ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ, ആ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവർ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യഹോവയോട് ചോദിക്കാതെ, യഹോവയുടെ ആലോചന ചോദിക്കാതെ അവർ തീരുമാനങ്ങളെടുത്തു. ഇവരൊക്കെ കണ്ടിട്ടും ഞാൻ വിചാരിക്കുമായിരുന്നു അവരോട് പറയാം, നിങ്ങളിവിടെ ഇരിക്കെ, ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ചിട്ട് വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യഹോവ ഈ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ വളരെ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. എന്നാൽ ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പോലും ദൈവത്തോട് നമ്മൾ ആലോചന ചോദിച്ചില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങൾ എത്ര വലുതാണ് എന്നായിരുന്നു ഈ പാഠങ്ങൾ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്ത. നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായി കരുതുന്ന ചില കാര്യങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിലായാലും സഭാപരമായ ജീവിതത്തിലായാലും, ചിലർ കടന്നു വരുന്ന നമ്മുടെ ഇപ്പോൾ കൂടിയവരിലേക്ക് ചിലരൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ കാണുന്നത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരോട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷകളെ നേരിടുമ്പോൾ നമ്മളുടെ മനോഭാവങ്ങൾ എങ്ങനെയാണ്. ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ ചെറിയ കാര്യത്തിലും, സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമുണ്ടല്ലോ, 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ അതെ, പലപ്പോഴും നമ്മൾ അറിയാതെ നമുക്ക് തന്നെ ജ്ഞാനിയായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും. ഈ ചെറിയ കാര്യത്തിനൊക്കെ യഹോവയോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, കർത്താവിനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ, കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ അത്ര സീരിയസ്നെസ് കൊടുക്കാതെ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ വരുന്ന അപകടങ്ങൾ എത്ര വലുതാണ് എന്നിവിടെ പറയുന്നു.
അവിടെ വളരെ ഗിബിയോനിലും ഇസ്രായേലിൻ്റെ വിജയകരമായ ആക്രമണത്തെക്കുറിച്ച് കേട്ടിട്ടാണ് അവർ വരുന്നത്. അത് അവർക്ക് വളരെ കെണിയായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം വളരെ കെണിയായിട്ട് തീരും. അത് യഹോവയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുമായിട്ട് യാതൊരു ഉടമ്പടിയും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞത്. ഗിബിയോനർ ശരിക്കും വർക്ക് ചെയ്തിട്ടാണ് ഇവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, ദൂരസ്ഥരുമായിട്ട് നിയമം ചെയ്യാം, ഉടമ്പടി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഗിബിയോനർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വരുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി ചെയ്യാം എന്ന് പറയുന്നത്. ആ പ്രമാണം അവർക്ക് എവിടുന്ന് മനസ്സിലായി? അവർ ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നെ സാത്താൻ വളരെ തന്ത്രപൂർവമായിട്ട് നമ്മളെ ആത്മീയ പരിവേഷത്തോടുകൂടെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നമുക്കറിയാലോ, സാത്താൻ 2 വിധത്തിലാണ് വരിക. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് പറയാം. ഒരു വിധത്തിൽ അവൻ വരുന്ന അലറുന്ന സിംഹം പോലെയാണ്, റോറിംഗ് ലയൺ. അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇന്ന് നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധത്തിലാണെന്നും അത് വളരെ പരസ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് അവൻ്റെ ഒരു സ്ട്രാറ്റജി, അവൻ്റെ ഒരു തന്ത്രമാണ്. ഭയപ്പെടുത്തുക, അതനുസരിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുക, അത് അവൻ്റെ ഒരു തന്ത്രമാണ്. എന്നാൽ അതേപോലെ തന്നെ വേറൊരു തന്ത്രമാണ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അവിടെ നാം പറയുന്നത് സാത്താൻ സർപ്പമായിട്ടാണ് വരുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അവിടെ ഒരു ഒറ്റ പദപ്രയോഗം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പാമ്പിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്ക്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ കൗശലത്തോടുകൂടെ ദൈവസേനയിലേക്ക്, ഈ സാത്താൻ നമ്മളുടെ സേനയിൽ കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അവൻ വളരെ തന്ത്രപരമായിട്ട് നുഴഞ്ഞു കയറുകയാണ്. പാമ്പിൻ്റെ രീതി തന്നെ നമുക്കറിയാലോ, അത് ഇഴഞ്ഞു കയറുന്നതാണ്. അതിൻ്റെ ശബ്ദം കേൾപ്പിക്കാതെ, എന്നാൽ അതിൻ്റെ ആ ചീറ്റൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മറ്റത് മറ്റേ അലർന്ന സിംഹമാണ്. അലർന്ന സിംഹം പോലെയല്ല ഈ കൗശലമേറിയ സർപ്പം വരുന്നത്. ഇത് രണ്ടും നാം സൂക്ഷിക്കേണ്ടതാണ്. സാത്താൻ്റെ വിലയേറിയ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രീതികൾ ഈ ഭാഗത്തു നിന്ന് പഠിക്കാനായിട്ട് കഴിയും. അത് യോശുവയ്ക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഞാനത് മനസ്സിലാക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവർ വളരെ ഭക്തിയോടെയാണ് ഞങ്ങൾ നിൻ്റെ ദാസന്മാരാകുന്നു എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ അവർ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു നമുക്കറിയാം. ദൈവമായ യഹോവയുടെ നാമനിമിത്തമാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ശത്രുവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതിന് ദൈവജനം ഉപായത്താൽ വശീകരിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അവർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവയും പ്രമുഖന്മാരും അവരോട് സഖ്യത ചെയ്തു എന്നാണ് നാം തുറന്ന് വായിക്കുന്നത്. എന്തൊരു വലിയ അപകടത്തിലേക്കാണ് അവർ ചെയ്തത്. അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന ഉടമ്പടിയും ചെയ്തു. ദൈവത്തിലുള്ള ആശ്രയബോധം അവഗണിച്ചുകൊണ്ടാണ് അവർ സ്വച്ഛയാ ആ തീരുമാനമെടുത്തത്. അത് വലിയ അപകടമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ഇസ്രായേലിയർ ബഹിഷ്കരിക്കേണ്ട കനാന്യരിൽ ഉൾപ്പെടുന്നവരാണ് ഗിബെയോനർ എന്ന് ഇസ്രായേൽ ഒട്ടും സംശയിച്ചില്ല. എന്നാൽ ഇത് അവർ ആ ഉടമ്പടി ചെയ്തതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അവർക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു എന്ന് നാം വായിക്കുന്നത്. അവർ ഇവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതിൽ ദൈവഹിതം ആരാഞ്ഞില്ല. അത് അവരുടെ ഒന്നാമത്തെ പരാജയം. യോശുവയുടെയും ഇസ്രായേൽ പുരുഷന്മാരുടെയും ഒന്നാമത്തെ പരാജയം അതായിരുന്നു.
അവരുടെ രണ്ടാമത്തെ പരാജയം ഗിബെയോനർ കാണിച്ച തെളിവുകൾ അവർ വിവേകരഹിതമായി വിശ്വസിച്ചു എന്നതാണ്. ഒട്ടും ആലോചിക്കാതെ അത് കണ്ടപടി അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചു. സ്വയം തീരുമാനമെടുക്കുകയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഏത് കാലത്തും, നമ്മളോടുള്ള ബന്ധത്തിലായാലും ഏത് കാലത്തുള്ള വിശ്വാസികൾക്കും അത് വലിയ അപകടകരമാണ്, അത് വലിയ കെണിയാണ്. ഇത് വലിയൊരു വാണിംഗാണ്, വലിയൊരു മുന്നറിയിപ്പാണ് ഇത് നമുക്ക് തരുന്നത്. നമുക്കറിയാം, തുടർന്നുള്ള വാക്യങ്ങൾ 16ഉം 17ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഗിബെയോന്യരുടെ ഉടമ്പടി ചെയ്തതിൽ തങ്ങൾക്ക് തെറ്റിപ്പറ്റിയെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം ആ. അവർ സമീപസ്ഥന്മാരെന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർ കേട്ടു. ആ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന് 3-ാം ദിവസം അവിടെ പട്ടണങ്ങളിലേക്ക് എത്തി. മതി. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നെങ്കിൽ അവർ തന്നെ പോയി കണ്ടുപിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഇവർ ഗിബെയോന്യർ അവരാ സന്തോഷത്തിൽ ചിലപ്പോൾ പറഞ്ഞിരിക്കാം, അവർ അന്യോന്യം പറയുന്നത് ഇവർ കേട്ടിരിക്കാം. അങ്ങനെ ഈ സത്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഗിബെയോന്യർ പങ്കിട്ടത് ഇസ്രായേലിൽ കേട്ടിരിക്കണം, അല്ലെങ്കിൽ യോശുവ തന്നെ ചാരന്മാരെ അയച്ചു കാണും, ഇവർ അടുത്തുള്ളവരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരിക്കും. നമുക്കറിയാം, സത്യത്തെ എക്കാലത്തും മൂടി വയ്ക്കാനായിട്ട് കഴിയില്ല. എത്ര മൂടി വെച്ചാലും വ്യാജം പുറത്തു തന്നെ വരും. അത് നമുക്ക് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ്. നമുക്ക് ദൈവവചനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ എന്നുള്ള വാക്യം നമുക്കറിയാം. സദൃശവാക്യത്തിൽ നാം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന വാക്യമാണ്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായിരിക്കുന്ന ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഗിബെയോന്യ വഞ്ചകരെ തിരിച്ചറിയുന്നതിന് ഇസ്രായേൽ മക്കൾക്ക് ഒരു അന്വേഷക സംഘത്തെ അയക്കേണ്ട ആവശ്യം വന്നില്ല. അവർക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവർ 3-ാം ദിവസം ഗിബെയോന്യരുടെ പട്ടണങ്ങളിലെത്തി ഗിബെയോന്റെ ആശ്രിത പട്ടണമായ കെഫീര, ബെറോത്ത്, കിരിയത്ത് യാരീം എന്നിവരെയും തിരിച്ചറിഞ്ഞു. ഇതെല്ലാം അവരോട് ചേർന്നുള്ള പട്ടണങ്ങളാണെന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തങ്ങൾ വഞ്ചിതരായി എന്ന് അറിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നു. ശരിക്കും പ്രകോപിതരായി. 18 മുതൽ 20 വരെയുള്ള വാക്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ സഭ പ്രഭുക്കന്മാരുടെ നേരെ പിറുപിറുത്തു. കാഴ്ചയാൽ നാം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് വിശ്വാസത്താലല്ലാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മളുടെ കാണുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് നമ്മൾ എടുക്കുമ്പോൾ അത് സഭയിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ അവർ യോശുവയും മൂപ്പന്മാരും അവരെടുത്ത തീരുമാനത്തിൽ, ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. കാരണം അവർ ദൈവാശ്രയത്തിൽ, അല്ലെങ്കിൽ ദൈവനാമത്തിലാണ് അവർ ആ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. യഹോവയുടെ നാമത്തിൽ അവർ സത്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറുവാൻ അവർ ഒരിക്കലും കുഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ സഭയിലുള്ള എല്ലാവരെയും, ജനങ്ങളെ അത് മനസ്സിലാക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. കാരണം ആ ഉടമ്പടി ലംഘിച്ചാൽ ദൈവകോപം വരുവാനുള്ള കാരണമുണ്ടെന്ന് നമുക്കറിയാം. അത് ഇസ്രായേൽ മേൽ ഒരു കാരണം നമുക്കറിയാം. വർഷങ്ങൾക്ക് ശേഷം ശൗല് ഇവരോട് പ്രതികാരം ചെയ്യാൻ പോയി ഗിബെയോനോട്. അതിൻ്റെ ഫലം എന്താണെന്ന് 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദാവീദിന് പിന്നീട് അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വന്നു. ദാവീദിൻ്റെ കാലത്ത് 3 വർഷം വലിയ ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. ദൈവം കാരണം അന്വേഷിച്ചു. പിന്നെ ശൗലിൻ്റെ മക്കളിൽ 7 പേരെ അവിടെ തൂക്കിക്കളയേണ്ടി വന്നു ഗിബെയോനർക്ക്. 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യോശുവയും ഇസ്രായേൽ പ്രഭുക്കന്മാരും പരമാർത്ഥികളായിരുന്നു. ഉടമ്പടി അനുസരിച്ച് അവർ ഗിബെയോന്യർക്ക് ഒരു ദോഷവും ചെയ്തില്ല. ദൈവത്തിൻ്റെ വചനം അവർ അങ്ങനെ തന്നെ പ്രമാണിച്ചെന്ന് മാത്രമല്ല, അവരെ പക്ഷേ അവർക്ക് തക്കതായ ശിക്ഷ, അല്ലെങ്കിൽ യോശുവയ്ക്ക് വലിയ ദേഷ്യവും അതേപോലെ തന്നെ കുറ്റബോധവും ഉണ്ടായിരുന്നു. ഗിബെയോന്യർ തങ്ങൾക്ക് അപമാനം വരുത്തി എങ്കിലും ആ ഉടമ്പടി ലംഘിക്കാതെ ദൈവത്തിനും ദൈവജനത്തിനും അപമാനം വരുത്തുവാൻ അവർ ആഗ്രഹിച്ചില്ല. എന്നാൽ അവർ തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അതിനാൽ നമ്മളവിടെ വായിക്കുന്നത് ഗിബെയോന്യരെ, അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. നാം അവിടെ അവരെ വിറക് കോരുന്നവരും
വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും ആക്കിയിട്ട് നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 18 മുതൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. 20-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അത് ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് പിന്നെ എന്താണ് വായിക്കുന്നത്? പിന്നെ യോശുവ അവരെ വിളിച്ചവരോട്, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശയോട്, നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളൊക്കെ നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെ കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്നെ കയ്യിരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊണ്ടാകുന്ന ഉത്തരം പറഞ്ഞു. അങ്ങനെ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാത്തവണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ യാത്രപ്പെടുന്നതിനു വേണ്ടി വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അവരെ ഇന്ന് വരെയും ഇരിക്കുന്നു. അവർക്ക് നിത്യമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ശാപമായിട്ട് കൊടുക്കുകയായിരുന്നു യോശുവ ചെയ്തത്. എന്നാൽ അവരുടെ മനോഗതം വെളിപ്പെടുത്തി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരും നശിപ്പിക്കപ്പെടും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തന്ത്രം ആവിഷ്കരിച്ച് ദൈവസന്നിധിക്ക് കടന്നു വന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് അവർ പറയുകയാണ്. യോശുവ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം മുഴുവനും നൽകുമെന്നും അവരുടെ മുമ്പിൽ നിന്ന് കനാന്യരെ നിഷ്കാസനം ചെയ്യുമെന്നും യഹോവ മോശയോട് കൽപ്പിച്ചതിനെക്കുറിച്ച് തങ്ങൾക്ക് ശരിയായ അറിവ് ലഭിച്ചതിനാലാണ് അവർ ഇപ്രകാരം ചെയ്തതെന്ന് ഗിബെയോന്യർ വ്യക്തമാക്കി പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഞങ്ങളിപ്പോൾ നിൻ്റെ അടിമകളാണെന്നും ഇഷ്ടം പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളാമെന്നും അവർ യോശുവോട് പറയുകയാണ്. യോശുവ പറഞ്ഞ പ്രകാരം തന്നെ അവർ ഇസ്രായേൽ സഭയ്ക്ക് യാഗപീഠത്തിന് വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്ന് യോശുവ ഗിബെയോന്യരെ രക്ഷിച്ചു. നാം അടുത്ത അധ്യായം പഠിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വലിയ രക്ഷയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത അധ്യായത്തിൽ ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തതിലൂടെ ഗിബെയോന്യർ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അവർക്ക് ആ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു. അവരെന്നും ദാസന്മാരായിട്ടും ഏറ്റവും നീചമായ ഒരു ജോലി ചെയ്യാനായിട്ടും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ എരിഹോ നിവാസികളെ പോലെയോ ഹായിലെ നിവാസികളെ പോലെയോ അവർ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടില്ല. അവരുടെ ജീവൻ പോയില്ല, സംഹരിക്കപ്പെട്ടില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്നതും അവരുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റ് ദൈവം അവരെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി ദൈവാലയ ശുശ്രൂഷയ്ക്ക് അവരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എത്രയോ അത്ഭുതകരമാണ്. അത് നാം ഈ ഭാഗം പഠിക്കുമ്പോൾ ഗിബെയോന്യരെ കുറിച്ച് നാം തുടർന്ന് മറ്റുള്ള പുസ്തകങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗിബെയോന്യർക്ക് വേണ്ടി ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ശൗലൻ നോബ് നശിപ്പിച്ച ശേഷം സമാഗമന കൂടാരം ഗിബെയോനിലാണ് കൊണ്ടുവച്ചതെന്ന് നമുക്കറിയാം. ദേവാലയം പണിയുന്നതുവരെ ഗിബെയോനിലായിരുന്നു ദൈവത്തിൻ്റെ സമാഗമന കൂടാരം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ അത് നാം കാണുന്നുണ്ട്. അതുപോലെ ശൗലിൻ്റെ 7 പുത്രന്മാർ ഗിബെയോനിൽ വെച്ച് വധിക്കപ്പെട്ടു. തൻ്റെ വാഴ്ചയുടെ തുടക്കത്തിൽ യാഗം കഴിപ്പാനായി ശലോമോൻ ഗിബെയോനിലാണ് എത്തിയതെന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അവിടെ വെച്ച് ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ ശലോമോൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു. അവർ ദൈവത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരായി ജനത്തിൻ്റെ ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നാം എസ്രയുടെ പുസ്തകവും നെഹ്മ്യാവിൻ്റെ പുസ്തകമൊക്കെ നാം വായിക്കുമ്പോൾ
ആ യെരുശലേമിൻ്റെ രണ്ടാമത്തെ പുനരുദ്ധാരണത്തിൻ്റെ സമയത്തും അനേക പണിയിൽ ഗിബെയോന്യർ പങ്കാളികളായിരുന്നു. അവരെ കുറിച്ച് അവിടെ വായിക്കുന്നത് ദൈവാലയ ദാസന്മാർ എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവാലയ ദാസന്മാർ. എത്ര മനോഹരമായ പദത്തിലേക്കാണ് അവർ ഉയർത്തപ്പെട്ടത്. ശരിയാണ്, അവർ ശപിക്കപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ വഞ്ചിച്ചാണ് അവർ ദൈവമക്കളുമായിട്ട് ചേർന്ന് വന്നത്, ദൈവരാജ്യത്തിലേക്ക് കയറി കൂടിയത്. എങ്കിലും അവർ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അവർക്ക് ലഭിച്ച ആ ചെറിയ പദവിയിൽ അല്ലെങ്കിൽ ദാസന്മാരിൽ അവർ വിശ്വസ്തയോടുകൂടെ നിന്നതുകൊണ്ട് ദൈവം അവരെ ആദരിച്ചു. ദൈവിക ശുശ്രൂഷയിൽ, ദേവാലയ ശുശ്രൂഷയിൽ അവർക്ക് പങ്കുകൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ, തെറ്റുകൾ വരുമെന്നുള്ളത് ശരിയാണ്. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകൾ വരാം. എന്നാൽ ആ തെറ്റുകളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം തീർക്കുന്ന അനേക പാഠങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഗിബെയോന്യരുടെ ബന്ധത്തിലും ഞാൻ മനസ്സിലാക്കുന്ന ആ നിലയിലാണ്. അവർ ശരിയാണ്, അവർ വഞ്ചിച്ചു, അവർ ചതിപ്രയോഗത്തോടുകൂടിയാണ് ഉടമ്പടിയൊക്കെ ചെയ്തെടുത്തത്. എന്നാൽ അതിൻ്റെ ഫലമായി അവരുടെ ദൈവാലയത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് യാഗപീഠത്തിൽ വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായിട്ടൊക്കെ നിയമിക്കപ്പെട്ടു. ഏറ്റവും നീചമായ നിന്ദ്യമായ ഒരു ജോലിയാണ്, ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ജോലിയാണ് അവർ ചെയ്തത്. എന്നാൽ ദൈവാലയത്തിലെ ശുശ്രൂഷകൾ അവരെ എത്ര ഉന്നതരാക്കി തീർത്തു. പിന്നീട് അനേകമായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. ഓരോ കാര്യത്തിലും ദൈവനം പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഗിബെയോന്യർക്കും അത് സംഭവിച്ചു. അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവരെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുകയും ദൈവാലയ ശുശ്രൂഷകളിൽ അവരെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. ചെറിയ ജോലിയായിരിക്കാം, ആരും അറിയാത്ത ജോലികളായിരിക്കാം. ദൈവാലയ ശുശ്രൂഷയിൽ, ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്നെയും നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ശുശ്രൂഷകളായിരിക്കാം, ആരും കാണുന്ന ശുശ്രൂഷകളെന്നായിരിക്കില്ല. എന്നാൽ അതിൽ നാം വിശ്വസ്തരായി തീരുമ്പോൾ ദൈവം പടിപടിയായി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഗിബെയോന്യരുടെ ദിവസത്തിലും നമുക്കറിയാം അവരെ ദൈവം എടുത്ത് ഉപയോഗിച്ച രീതികൾ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. അതും യെരുശലേമിൻ്റെ പുനരുദ്ധാരണത്തിലും അവർക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് ഗിബെയോന്യരെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോഴും നാം രാഹാബിനെ കുറിച്ച് പറഞ്ഞു. രാഹാബ് ആ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് കനാനിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ പങ്കാളിയായി അല്ലെങ്കിൽ അവരുടെ അംഗമായി തീരുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. മശിയയുടെ വംശാവലിയിൽ തന്നെയാണ് എത്തിയത്. ഗിബെയോന്യർ വളരെ ചതിയിലൂടെയാണ്, അവർ ഉപായരൂപേണയാണ് ഇവിടെ കടന്നു വന്ന് അവർക്ക് പ്രതിജ്ഞ എടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് ട്രീറ്റി എടുത്തതെങ്കിലും അതിൽ നിന്ന് യോശുവ അവർക്ക് ശാപഗ്രസ്തരായി അല്ലെങ്കിൽ അവരെ ശപിക്കപ്പെട്ടവരെന്ന എണ്ണി അവരെ ദാസന്മാരാക്കി തീർത്തുവെങ്കിലും അതിൽ അവർ വിശ്വസ്തരായി നിന്നു. ഞങ്ങളത് ചെയ്തോളാം, നീ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ നിൻ്റെ ദാസന്മാരാണ്. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ വ്യക്തിമായി വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അവരെ തന്നെ താഴ്ത്തി കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ദൈവാലയ ശുശ്രൂഷയിലും അവർ പ്രയോജനമുള്ളവരായി തീർന്നു എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ഓരോ പുസ്തകങ്ങളിലും ഗിബെയോന്യരെ ദൈവം ഉപയോഗിച്ച രീതികൾ ഏതെല്ലാം വിധത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഗിബെയോന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. യോശുവയുടെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ സ്ഥാനങ്ങളിലും ദൈവം അവരെ കടത്തിവിട്ട മാർഗങ്ങളിൽ അവർ വിശ്വസ്തരായിരുന്നു. ഇനി അടുത്ത അധ്യായം നാം പഠിക്കാൻ പോകുമ്പോൾ നമുക്കത് കാണാം. ഗിബെയോൻ പിടിക്കുന്ന സമയത്ത് ഗിബെയോന്യർക്ക് വേണ്ടി യോശുവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ആ 10ാം അധ്യായം ഒന്ന് ശരിക്കും വായിച്ചു വരിക. ദൈവം ചെയ്ത വലിയ മഹാത്ഭുതം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളുടെ കനാൻ ആക്രമണ കാര്യത്തിൽ ഈ 3 പട്ടണങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. എരിഹോ പട്ടണം, ഹായ് പട്ടണം, ഗിബെയോന് പട്ടണം വലിയ പട്ടണമായിരുന്നു. എന്നാൽ അത് അവർ തന്ത്രപൂരമായിട്ട്, സാത്താൻ്റെ എന്തൊരു വലിയ തന്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളത്
അവനെ കീഴ്പ്പെടുത്താൻ വരുന്നതിന് മുമ്പ് അവൻ വളരെ തന്ത്രശാലിയായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എത്ര വലിയ അപകടകാരിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്ന് നാം മനസ്സിലാക്കുക. അവൻ അലർന്ന സിംഹവും പോലെ വരാം, അതുപോലെ തന്നെ കൗശലമേറിയ സർപ്പമായിട്ട് പാമ്പായിട്ടും വരാം. അവൻ്റെ ഉദ്ദേശം എന്താ? ക്രിസ്തുവിലുള്ള നമ്മളെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ഏകാഗ്രത എന്തുമാത്രമുണ്ട്, നമ്മുടെ നിർമ്മലത എത്രയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അലർന്ന സിംഹം പോലെ വരുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഉറങ്ങ പറയുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നമ്മുടെ പ്രതിയായ പിശാചിൻ്റെ തന്ത്രങ്ങൾ നാം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ്റെ കെണികളിൽ നാം പെട്ടുപോകാനുള്ള വലിയൊരു അപകടമാണ് ഗിബെയോന്യർ നമുക്ക് തരുന്നത്. അവർ വളരെ തന്ത്രപ്രധാനമായിട്ട് വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കർത്താവിനോട് ഏറ്റവും ചേർന്നിരുന്നാൽ മാത്രം, ദൈവത്തോട് ഓരോ കാര്യത്തിലും ആലോചന ചോദിച്ചാൽ മാത്രം. അന്ന് അവർ ഓരോ കാര്യത്തിനും പോയി ആലോചന ചോദിക്കണമായിരുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അവൻ്റെ വെളിപ്പാട് തന്നിരിക്കുകയാണ്. ഈ ദൈവവചനത്തിൽ നാം എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുവോ, അതിൽ എത്രമാത്രം ധ്യാനിക്കുന്നുവോ, സങ്കീർത്തനം 30 നാം വായിക്കുന്ന പോലെ അവൻ തൻ്റെ ആലോചന നമുക്ക് വെളിപ്പെടുത്തി തരും. തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം തീർച്ചയായിട്ടും ധ്യാനിക്കുകയും പഠിക്കുകയും വേണം. അതിനെ സഹായമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിൽക്കരും. അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. കർത്താവിൻ്റെ വലിയ വാഗ്ദത്തമാണത്. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിലും ദൈവത്തിൻ്റെ വചനത്തിൽ നാം എത്രമാത്രം ആശ്രയിക്കുന്നുവോ, അതിൽ നാം എത്രമാത്രം മുഴുകുന്നുവോ, നമ്മളെ എത്രമാത്രം നമ്മളെ തന്നെ ഇതിൽ സാച്ചുറേറ്റ് ചെയ്യുന്നുവോ, അതനുസരിച്ചായിരിക്കും ശത്രുവിനെ നമുക്ക് എതിരിടാൻ കഴിയുള്ളൂ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ, സാത്താനോട് എതിർത്ത് നിൽക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുക. ദൈവവചനമായിട്ട് ഏറ്റവും സന്നിധിയിലിരിക്കുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, അവനോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയാം, അവൻ്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നമുക്ക് കഴിയാം. അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ ശത്രു, നമ്മുടെ സാത്താൻ. ആ ഏരിയയിൽ കൂടെ തന്നെയായിരിക്കും അവൻ നമ്മളെ പിടിക്കുക, നമ്മളെ ആക്രമിക്കുക, നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ട് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നമ്മുടെ പ്രതിയോഗിയായ പിശാച് എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കി അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവിലും മാത്രം ആശ്രയിച്ച്, കർത്താവേ, നിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഓരോ ചെറിയ കാര്യത്തിലും, ഏത് നിസ്സാര കാര്യവും കർത്താവേ എന്നെക്കൊണ്ട് ആവില്ല. നാം ഒരു പാട്ടിൽ പാടുന്നുണ്ടല്ലോ, നിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ആ നിലയിൽ നാം ദൈവത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ സാത്താൻ്റെ കണികളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുമെന്ന് മാത്രമല്ല, ദൈവം നമ്മളെ അവൻ്റെ മഹത്വത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ദൈവാലയ ശുശ്രൂഷകളിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങളായി തീരുവാൻ ഈ ചെറിയ പാഠങ്ങൾ ഇടയാക്കട്ടെ. അവൻ്റെ ഇവരെ നാം മഹത്വപ്പെടുന്നതാണ്.